എന്നും ബുദ്ധിപൂർവം കാര്യങ്ങൾ ചിന്തിക്കുകയും അത് ബുദ്ധിപൂർവം അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഒരുപക്ഷെ ഗോവിന്ദൻ മാഷിനേക്കാളും ഒരു തട്ട് താഴ്ന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് EP ജയരാജൻ എന്നാണ്. കേരളയിൽ വന്നാൽ കേരളത്തിൻ്റെ ആകാശം നിറയെ വിമാനങ്ങളായിരിക്കുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം സ്പേസ് എക്സിൻ്റെ സ്ഥാപകൻ ഇലോൺ മസ്കിനെ പോലും അതിശയിപ്പിച്ച ഒന്നായിരുന്നു. പണ്ട് അദ്ദേഹം കായിക മന്ത്രിയായിരുന്ന സമയം ലോക ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ മരണത്തെക്കുറിച്ച് അനുശോചിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡലുകൾ വാരിക്കൂട്ടിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്നായിരുന്നു EP ജയരാജൻ്റെ കണ്ടുപിടുത്തം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയം BJP നേതാക്കളുമായി ചർച്ച നടത്തിയതിന് അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. ഞാനിപ്പോൾ പോകുമേ എന്ന് ഭയപ്പെടുത്തിയത് കൊണ്ടാകാം ഇക്കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ പുതിയ ആരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. ആശാമാരുടെ സമരത്തെ ചില ദുഷ്ടബുദ്ധികളുടെ തലയിലുദിച്ച സമരമെന്നാണ് EP ജയരാജൻ്റെ ആരോപണം. സേവന സന്നദ്ധരായവരെ വഴിതെറ്റിച്ച ഈ സേവന രംഗത്ത് നിന്നും അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയുള്ള സമരമാണിതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ മറുപടിയുമായാണ് ആശാമാർ രംഗത്ത് വന്നത്. ഇത് ഞങ്ങളുടെ അവകാശ സമരമാണ്. രാപ്പകലില്ലാതെ പുറത്തിറങ്ങി കഷ്ടപ്പെടുന്നത് ഞങ്ങളാണ്. താങ്കളെപ്പോലെ AC-യിലിരുന്നല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നായിരുന്നു ആശാമാരുടെ പ്രതികരണം. EP ജയരാജൻ്റെ വാക്കുകൾ കൊണ്ട് സമരത്തിൽ നിന്നും തങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിക്കുകയാണ് ആശാമാർ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CPM-ൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഭീഷണിപ്പെടുത്തലുകളും അധിക്ഷേപങ്ങളും പ്രതികാര നടപടികളും ഏറ്റുകൊണ്ടാണ് ആശാമാർ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇതുകൊണ്ടൊന്നും ഇവരുടെ സമരവീര്യത്തെ തളർത്താൻ ആകുന്നില്ല എന്നുള്ളിടത്താണ് സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. സമരം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം തുടങ്ങിയ സമരമാർഗങ്ങളിലേക്ക് തിരിയുകയാണ് ആശാമാർ. സ്ത്രീകളുടെ സമരച്ചൂടിന് മുന്നിൽ സർക്കാരിന് തങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിച്ച് തരേണ്ടി വരും എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുകയാണ്.